ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ സബ്ജക്റ്റിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ടുള്ള ടിമ്പറിൽ വരുന്ന ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഒരു ടിമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഒരു ടിമ്പറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ടിമ്പറിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഒരു മരത്തിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മരത്തിന്റെ സ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ട് രീതിയിലാണ് നമ്മൾ ഒരു മരത്തിന്റെ സ്ട്രക്ചർ പറയാ. ഒന്നാണ് മാക്രോ സ്ട്രക്ചർ, പിന്നൊന്നാണ് മൈക്രോ സ്ട്രക്ചർ. അപ്പൊ എന്താണ് മാക്രോ സ്ട്രക്ചറും മൈക്രോ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം? എന്താ വ്യത്യാസം ഉണ്ടാവുക? ഞാൻ ഒരു മരം കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ എനിക്ക് നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്ന സ്ട്രക്ചറിനെയാണ് ഞാൻ മാക്രോ സ്ട്രക്ചർ എന്ന് പറയാം. എന്നാൽ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി മാത്രം എനിക്ക് കാണാനായിട്ട് പറ്റുന്ന സ്ട്രക്ചറിനെ ഞാൻ എന്ത് വിളിക്കും? മൈക്രോ സ്ട്രക്ചർ എന്ന് വിളിക്കും. അപ്പൊ അതാണ് മാക്രോ സ്ട്രക്ചറും മൈക്രോ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ മാക്രോ സ്ട്രക്ചർ എന്താണെന്ന് പറയണം, മൈക്രോ സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മാക്രോ സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മാക്രോ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. മാക്രോ സ്ട്രക്ചർ. അപ്പോൾ ഒരു ടിമ്പറിന്റെ മാക്രോ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് സെന്ററിലായിട്ട് കാണപ്പെടുന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുക പിറ്റ് അല്ലെങ്കിൽ മെഡുല എന്നാണ്. ഒരു ട്രീയുടെ ഉള്ളിലുള്ള ഇന്നർമോസ്റ്റ് സെൻട്രൽ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിറ്റ് അല്ലെങ്കിൽ മെഡുല. രണ്ട് പേരുകൾ എപ്പോഴും ഒരുമിച്ച് തന്നെ പഠിക്കണം. അപ്പൊ ഈ പിറ്റ് അല്ലെങ്കിൽ മെഡുല എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് ഏജില് ഒരു പ്ലാന്റിനെ നറിഷ് ചെയ്യുന്നത് ഈ ഒരു പിറ്റ് ആയിരിക്കും. അപ്പോ ഒരു പ്ലാന്റ് അതിന്റെ മെച്യൂരിറ്റി പീരീഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിത്ത് പതുക്കെ ഡീകേ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു ട്രീ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ളത്. കട്ട് ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? പിത്തിന് ഡീകേ സംഭവിച്ചിട്ട് മരത്തിന്റെ ഉള്ളിൽ നിന്ന് കേടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ നമ്മുടെ മരം മെച്യൂർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മരത്തിനെ മുറിച്ച് മാറ്റാണ് വേണ്ടത്. സോ ഫസ്റ്റ് പാർട്ട് എന്താണ്? പിത്താണ്. പിത്ത് എന്താ ചെയ്യുന്നത്? യങ്ങർ ഏജില് നമ്മുടെ മരത്തിനെ നറിഷ് ചെയ്യാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പിത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ആനുവൽ റിങ്ങുകൾ കാണാനായിട്ട് സാധിക്കും. പിത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് റിങ്ങുകളെ കാണാനായിട്ട് സാധിക്കും. ഇന്നർ ആനുവൽ റിങ്സ് ആണിവ. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹേർട്ട്വുഡ്. അപ്പോ പിത്തിന് ചുറ്റും കാണപ്പെടുന്ന ഇന്നർ ആനുവൽ റിങ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഹേർട്ട്വുഡ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹേർട്ട്വുഡിനെ നമ്മൾ മരത്തിന്റെ ഡെഡ് പോർഷൻ ആയിട്ടാണ് പറയാ. എന്തുകൊണ്ടാണ് ഡെഡ് പോർഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മരത്തിന്റെ ഗ്രോത്തിൽ കാര്യമായിട്ട് പാർട്ട് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഇതിനൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് മരത്തിന് വേണ്ട റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗമാണ്. ഹേർട്ട്വുഡ് എന്ന് പറയുന്നത് നമ്മുടെ മരത്തിന് വേണ്ട റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗമാണ്. നമ്മൾ പറയില്ലേ മരത്തിന്റെ കാതലായ ഭാഗം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് ഈ പറയുന്ന ഹേർട്ട്വുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ഹേർട്ട്വുഡിനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ടർ ആനുവൽ റിങ്സ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഹേർട്ട്വുഡിനെ കവർ ചെയ്തുകൊണ്ട് ഇനിയും നമുക്ക് കുറച്ച് ആനുവൽ റിങ്സ് കാണാനായിട്ട് സാധിക്കും. ഈ ഹേർട്ട്വുഡിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഔട്ടർ ആനുവൽ റിങ്ങുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാപ്വുഡ് അഥവാ അൽബേണം. ഈ സാപ്വുഡ് ആണ് നമ്മുടെ മരത്തിന്റെ ഗ്രോത്തിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഭാഗം. അപ്പൊ എപ്പോഴും നമ്മൾ പറയാ ഈ സാപ്വുഡ് ആണ് നമ്മുടെ മരത്തിന്റെ ഗ്രോത്തിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഭാഗം എന്ന്
പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 പാർട്ട് പഠിച്ചു. ഏറ്റവും സെന്ററിലായിട്ട് പിത്ത് ഉണ്ട്. പിത്തിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഇന്നർ ആനുവൽ റിംഗ് ഉണ്ട്. അതിനെ നമ്മൾ ഹേർട്ട് വുഡ് എന്ന് വിളിച്ചു. ഹേർട്ട് വുഡിനെ കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു ഔട്ടർ ആനുവൽ റിംഗ് ഉണ്ട്. ആ ഔട്ടർ ആനുവൽ റിംഗിനെ നമ്മൾ എന്ത് വിളിച്ചു? നമ്മൾ സാപ്പ് വുഡ് എന്ന് വിളിച്ചു. ഇനി ഈ ഒരു സാപ്പ് വുഡിനെ കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു സാപ്പ് കണ്ടെയ്നിങ് ലെയറിനെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സാപ്പ് വുഡിനെ കവർ ചെയ്തുകൊണ്ട് സാപ്പ് കണ്ടെയ്നിങ് ലെയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ സാപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാമ്പിയം ലെയർ. കാമ്പിയം ലെയർ. ഇതിനകത്തുള്ള സാപ്പ് ആണ് പിന്നീട് എന്തായിട്ട് കൺവേർട്ട് ആവുന്നത്? സാപ്പ് വുഡ് ആയിട്ട് കൺവേർട്ട് ആകുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു കാമ്പിയം ലെയർ എന്ന് പറയുന്നത് പുറത്തോട്ട് എക്സ്പോസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മരം ഡീകേ ആവുകയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, മരത്തിന്റെ ഡീകേക്ക് അത് കാരണമായിട്ട് മാറും. ഓക്കെ, ഇനി ഈ ഒരു കാമ്പിയം ലെയറിനെ കവർ ചെയ്തുകൊണ്ട് കാമ്പിയം ലെയറിന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്കൊരു ലെയറിനെ പ്രൊട്ടക്റ്റീവ് ലെയറിനെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കാമ്പിയം ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ ബാർക്ക്. കാമ്പിയം ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ലെയറിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്നർ ബാർക്ക്. ഇന്നർ ബാർക്ക്. ഓക്കെ, ഇന്നർ ബാർക്ക്. ഇനി ഈ ഇന്നർ ബാർക്കിന് പുറത്തായിട്ട് നമ്മുടെ മരത്തിന് വേണ്ട എൻറ്റയർ പ്രൊട്ടക്ഷൻ നൽകിയിട്ട് ഒരു ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ടർ ബാർക്ക് അഥവാ കോർട്ടെക്സ്. ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ടർ ബാർക്ക് അഥവാ കോർട്ടെക്സ്. അതായത് നമ്മളൊരു മരം നോക്കുന്ന സമയത്ത് നമുക്ക് പുറത്തു നിന്ന് കാണാനായിട്ട് സാധിക്കുന്ന ഭാഗമാണ് കോർട്ടെക്സ് അഥവാ ഔട്ടർ ബാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു മരത്തിന്റെ സ്ട്രക്ചർ. ഏറ്റവും ഉള്ളിലായിട്ട് ആരാണുള്ളത്? ഉള്ളിലായിട്ട് പിത്തുണ്ട്. പിത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഹേർട്ട് വുഡ് ഉണ്ട്. ഹേർട്ട് വുഡിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് സാപ്പ് വുഡ് ഉണ്ട്. സാപ്പ് വുഡിനെ സറൗണ്ട് ചെയ്ത് കാമ്പിയം ലെയർ ഉണ്ട്. കാമ്പിയം ലെയറിന് പ്രൊട്ടക്ഷൻ ആയിട്ട് കാമ്പിയം ലെയറിന് പ്രൊട്ടക്ഷൻ ആയിട്ട് ഇന്നർ ബാർക്ക് ഉണ്ട്. ഇന്നർ ബാർക്കിന് പുറമെ ആരുണ്ട്? ഔട്ടർ ബാർക്ക് അഥവാ കോർട്ടെക്സ് ഉണ്ട്. ഇനി ഇത് കൂടാതെ നമ്മുടെ പിത്തിൽ നിന്ന് കാമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഫൈബറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിത്തിൽ നിന്ന് കാമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് റേഡിയൽ ഫൈബറുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ റേഡിയൽ ഫൈബറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഡുലറി റേസ്. മെഡുലറി റേസ്. പിത്ത് ടു കാമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന റേഡിയൽ ഫൈബറുകളെ നമ്മൾ മെഡുലറി റേസ് എന്ന് വിളിക്കും. ഈ മെഡുലറി റേസിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ റിംഗിനെ ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ ആ മരത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? മാക്രോ സ്ട്രക്ചർ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് മൈക്രോ സ്ട്രക്ചറിലേക്ക് പോവാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഭാഗം എന്തായിരുന്നു? ഇന്നർ മോസ്റ്റ് സെൻട്രൽ പോർഷൻ ആണ് പിത്ത് അല്ലെങ്കിൽ മെഡുല എന്ന് പറയുന്നത്. ഇന്നർ മോസ്റ്റ് സെൻട്രൽ പോർഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരുപാട് വട്ടം എക്സാമിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? യങ്ങർ ഏജില് പ്ലാന്റിനെ നറിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഫംഗ്ഷൻ. മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? ഡീകേ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മൾ ആരെന്നെ പറഞ്ഞു? ഹേർട്ട് വുഡിനെ പറഞ്ഞല്ലേ. ഹേർട്ട് വുഡ് എന്താണ്? ഇന്നർ ആനുവൽ റിംഗ്സ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ അതിന് നമ്മൾ എന്താ വിളിക്കുക? ഒരു മരത്തിന്റെ ഡെഡ് പോർഷൻ ആയിട്ടാണ് പറയാ. ഒരു മരത്തിന്റെ ഡെഡ് പോർഷൻ ആയിട്ടാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. ഇനി ഇതിന് എന്ത് ഫംഗ്ഷൻ ആണുള്ളത്? ഇത് നമ്മുടെ മരത്തിന് വേണ്ട റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗമാണ്. ഇനി എവിടെയാണ് ഈ ഹേർട്ട് വുഡ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? പിത്തിന്റെയും അതുപോലെ തന്നെ സാപ്പ് വുഡിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ഇന്നർ ആനുവൽ റിംഗ്സ് ആണ് ഹേർട്ട് വുഡ് എന്ന് പറയാം അല്ലെ. ഇന്നർ ആനുവൽ റിംഗ്സ് ബിറ്റ്വീൻ പിത്ത് ആൻഡ് സാപ്പ് വുഡ് എന്ന് നമുക്ക്
പറയാം. ആരെയാണ്? ഹേർട്ട് വുഡിനെ. അങ്ങനെയും ചോദ്യം വരാറുണ്ട്. അതിനുശേഷം നമ്മൾ ആരെ പറ്റി പറഞ്ഞു? സാപ്പ് വുഡ് അഥവാ അൽബാണത്തിനെ പറ്റി പറഞ്ഞു അല്ലെ. ഇതെന്താ? ഔട്ടർ ആനുവൽ റിങ്സ് ആണ്. ആർക്കിടയിലാണ് ഇരിക്കുന്നത്? കാമ്പിയം ലെയറിനും ഹേർട്ട് വുഡിനും ഇടയിലിരിക്കുന്ന ഔട്ടർ ആനുവൽ റിങ്സ് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്താ? ഗ്രോത്തിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ് സാപ്പ് വുഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ സാപ്പ് വുഡിന്റെ പുറത്തായിട്ട് ഇന്നർ ബാർക്കിനും സാപ്പ് വുഡിനും ഇടയിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഭാഗമാണ് കാമ്പിയം ലെയർ. കാമ്പിയം ലെയറിനകത്ത് ആരാണ് ഉണ്ടാവുക? കാമ്പിയം ലെയറിനകത്ത് ഒരു സാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സാപ്പാണ് പിന്നീട് എന്തായിട്ട് മാറുക? സാപ്പ് വുഡ് ആയിട്ട് മാറുന്നത്. ദെൻ ഈ സാപ്പ് പുറത്തോട്ട്, നമ്മുടെ ഈ ഒരു കാമ്പിയം ലെയർ പുറത്തോട്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മരത്തിന് ഡീകേ സംഭവിക്കും. ഓക്കെ. ദെൻ പിന്നെന്താണുള്ളത്? നമ്മുടെ കാമ്പിയം ലെയറിന് പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് നമ്മൾ ആരെ കൊടുത്തു? ഇന്നർ ബാർക്കിനെ പ്രൊവൈഡ് ചെയ്തു. ഇന്നർ ബാർക്കിനെ പ്രൊവൈഡ് ചെയ്തു. ദെൻ ഒരു മരത്തിന് വേണ്ട ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുക. അതിനെ നമ്മൾ ഔട്ടർ ബാർക്ക് അഥവാ കോർട്ടെക്സ് എന്ന് വിളിച്ചു. ഔട്ടർ ബാർക്ക് അഥവാ കോർട്ടെക്സ് എന്ന് വിളിച്ചു. ഓക്കെ. ദെൻ പിന്നെ ആരാണുള്ളത്? പിന്നെ നമ്മൾ പറഞ്ഞത് റേഡിയൽ ഫൈബറുകളെ പറ്റിയിട്ടാണ്. എവിടം തൊട്ട് എവിടം വരെയാ? പിത്ത് മുതൽ കാമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന റേഡിയൽ ഫൈബറുകളാണ് മെഡുലറി റേസ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും? ആനുവൽ റിങ്സിനെ ഹോൾഡ് ചെയ്യും. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ നമ്മുടെ ടിമ്പറിന്റെ മാക്രോ സ്ട്രക്ചർ എന്താണെന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഒന്നുകൂടെ പറയാം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ നമ്മുടെ ടിമ്പറിന്റെ മാക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? ഇനി നമുക്ക് ടിമ്പറിന്റെ മൈക്രോ സ്ട്രക്ചർ പഠിക്കണം അല്ലെ. മൈക്രോ സ്ട്രക്ചർ ആണ് ഇനി നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പൊ നമുക്കിനി മൈക്രോ സ്ട്രക്ചർ ഏതാണ് എന്ന് നോക്കാം. നമ്മളൊരു ടിമ്പറിന്റെ മൈക്രോ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 3 തരത്തിലുള്ള സെല്ലുകളെയാണ് കാണാനായിട്ട് പറ്റുക. ആരൊക്കെയാണ്? കണ്ടക്റ്റീവ് സെൽ ഉണ്ടാവും, കണ്ടക്റ്റീവ് സെൽ ഉണ്ടാവും, മെക്കാനിക്കൽ സെൽ ഉണ്ടാവും, മെക്കാനിക്കൽ സെൽ ഉണ്ടാവും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സ്റ്റോറേജ് സെൽ. സ്റ്റോറേജ് സെൽ. ഇത് 3ഉമാണ് എവിടെ വരുന്നത്? ഒരു ടിമ്പറിന്റെ മൈക്രോ സ്ട്രക്ചറിൽ വരുന്നത്. കണ്ടക്റ്റീവ് സെല്ല്, മെക്കാനിക്കൽ സെല്ല്, സ്റ്റോറേജ് സെൽ. ഇത് എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക? ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴാണ് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഒരു കണ്ടക്റ്റീവ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ആ പേരിൽ നിന്ന് തന്നെ ഉണ്ടല്ലേ. എന്ത് ചെയ്യാണ്? ന്യൂട്രിയൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റൂട്ടിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ന്യൂട്രിയൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. സോ ഇറ്റ് ട്രാൻസ്ഫർ nutrients from root to branch. റൂട്ടിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ന്യൂട്രിയൻസിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി മെക്കാനിക്കൽ സെല്ലിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? മെക്കാനിക്കൽ സെല്ല് സ്ട്രെങ്ത് കൊടുക്കുക. നമ്മുടെ ടിമ്പറിന് വേണ്ട സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്ന ആളാണ് ആര്? മെക്കാനിക്കൽ സെൽ. ഇറ്റ് ഇമ്പാർട്ട് സ്ട്രെങ്ത്. ഇനി എന്തായിരിക്കും സ്റ്റോറേജ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സ്റ്റോറേജ് സെല്ല് ന്യൂട്രിയൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും അതുപോലെ സ്റ്റോർ ചെയ്യുകയുമാണ് സ്റ്റോറേജ് സെല്ലിന്റെ ഫംഗ്ഷൻ. ഇറ്റ് ട്രാൻസ്മിറ്റ് ആൻഡ് സ്റ്റോർ ന്യൂട്രിയൻസ്. ഓക്കെ. ഇതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ സ്റ്റോറേജ് സെല്ലിന്റെ ഫംഗ്ഷൻ. ഈ സ്റ്റോറേജ് സെൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ഈ സ്റ്റോറേജ് സെല്ലിനെ എവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്നറിയോ? മെഡുലറി റേസിലായിരിക്കും ഈ സ്റ്റോറേജ് സെൽ എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരിക്കാം. മെഡുലറി റേസിലായിരിക്കും ഈ ഒരു സ്റ്റോറേജ് സെല്ല് ലൊക്കേറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരിക്കാം. സോ ഇത്രയുമാണ് നമുക്കൊരു ടിമ്പറിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.